എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊങ്ങന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പഞ്ചദിന രാമായണ പാരായണത്തോടനുബന്ധിച്ച് അവസാന ദിവസം നടന്ന ശ്രീരാമ പട്ടാഭിഷേകവും നാമപ്രദക്ഷിണവും രാമായണ സമർപ്പണവുമാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. Hare Krishna, Krishna Krishna Hare. അതന്നെ ഉള്ളൂട്ടാ, അത് കഴിഞ്ഞു. ആ ഫുള്ളായിട്ട് പിടിച്ചോ. ഹരേ രാമ 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 ഹരേ ഹരേ. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare. Krishna Krishna Hare Hare. Hare Rama Rama Rama
സ്മരണം ജയ ജയ രാമ രാമ ആഞ്ജനേയ സ്വാമിക്ക് ജയ. അഭിഷേകവും ചെയ്തു രത്നസിംഹാസനേ രാമനേയം ചേർത്തു പതിനേയം വാമഭാഗേ വിനിവേശ്യ വാമദേവൻ മുനിജാബാലി ഗൗതമൻ വാൽമീകി എന്നവരോടും വസിഷ്ഠനാ ദേശികൻ ബ്രാഹ്മണ ശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്ക് അഭിഷേകവും ചെയ്തിട്ടു രത്നസിംഹാസനേ രാമനേയം ചേർത്തു പത്നിയേയം വാമഭാഗേ വിനിവേശ്യ വാമദേവൻ മുനിജാബാലി ഗൗതമൻ വാൽമീകി എന്നവരോടും വസിഷ്ഠനാ ദേശികൻ ബ്രാഹ്മണ ശ്രേഷ്ഠരോ. ഹരേ 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 കൃഷ്ണ 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 ഹരേ
നമോ നമഃ ആദിമധ്യാന്തഹീനായ നമോ നമോ വേദസ്വരൂപായ രാമായ തേ നമഃ വേദാന്തവേദ്യായ വിഷ്ണവേ തേ നമോ വേദജ്ഞവന്ദ്യായ നിത്യായ തേ നമഃ ചന്ദ്രചൂടൻ പുകഴ്ന്നാരതുനേരം വിബുധേന്ദ്രനം ഭക്യ പുകഴ്ചിത്തുടങ്ങിനാൻ ബ്രഹ്മവരം കൊണ്ടഹംകൃതനായൊരു ദുർമതമേറിയ രാവണ രാക്ഷസൻ മൽപദമെല്ലാം മടക്കിനാൻ കശ്മലൻ തൽപുത്രനെന്നെ ബന്ധിച്ചു മഹാരനെ തൊൽപ്രസാദത്താൽ ഇപ്പോഴേക്കു ലഭിച്ചൊരു സൗഖ്യവും അന്നന്നെ വണ്ണമോരോ തരമാവത്തു വന്നാലതും തീർത്തു രക്ഷിച്ചു കൊള്ളുവാൻ രാവണ രാക്ഷസൻ ദുർകടാക്ഷത്താലതൊക്കെ ലഭിച്ചതു ദുഃഖവും തീർന്നിതു ഞങ്ങൾക്കു ദൈവമേ ഭജപ്പതിനെപ്പോഴും ചിൽപുരുഷ പ്രഭോ നൽകിയിടനുഗ്രഹം രാമായ രാജീവനേത്രായ ലോകാഭിരാമായ സീതാഭിരാമായ തേ നമഃ ഭക്ത്യാ പിതൃക്കളും ശ്രീരാമഭദ്രനെ ചിത്തമഴിഞ്ഞു പുകഴ്ന്നു തുടങ്ങിയ ദുഷ്ടനാം രാവണൻ നർത്തനായാനെന്നു തുഷ്ടരായി വന്നിതു ഞങ്ങളും ദൈവമേ പുഷ്ടികൾ വാച്ചിതു ലോകത്രയത്തിങ്കലിഷ്ടമുണ്ടായ ഇഷ്ടലാഭത്തിനാൽ പിണ്ടോദരങ്ങൾ ഉദിക്കായ കാരണം ദണ്ഡവും തീർന്നിതു ഞങ്ങൾക്കു ദൈവമേ യക്ഷന്മാരൊക്കെ സ്തുതിച്ചാലനന്തരം രക്ഷോവിനാശനാകിയ രാമനെ രക്ഷിതന്മാരായി സമഞ്ഞിതു ഞങ്ങളും രക്ഷോവരനെ വധിച്ച മൂലം ഭവാൻ പ്രഭോ നിത്യം നമോസ്തുതേ ഗന്ധർവസംഗമൊക്കെ സ്തുതിച്ചിരു അന്തികണ്ഠാന്തരൻ തന്നെ രാമൻ. ഇത് നമുക്ക് കിട്ടാനുള്ള സാധനം. ഇതിലൊരു ശ്രദ്ധ ഉണ്ടായെങ്കിലും ഇതിനോട് താല്പര്യം തോന്നും. വളരെ ശ്രദ്ധാപൂർവ്വം കേട്ടോളൂ. ഫലശ്രുതിയാണ് ഭഗവാന്റെ മനസ്സിൽ ധ്യാനിക്കുക. അധ്യാത്മരാമായണമിതമെത്രയും അത്യുത്തമോത്തമം മൃത്യുഞ്ജയ പ്രോക്തം അധ്യയനം ചെയ്യൽ മർത്യനജന്മനാ മുക്തി സിദ്ധിക്കുമതിലില്ല സംശയം മൈത്രീകരം ധനധാന്യ വൃദ്ധിപ്രദം ശത്രുവിനാശനമാരോഗ്യവർദ്ധനം ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ടസാധകം അധ്യാത്മരാമായണം പരമേശ്വരനഭ്യുതയ്ക്കുപദേശിച്ചിതാദരാൽ നിത്യവും ശുദ്ധബുദ്ധ്യ ഗുരുഭക്തിപൂർണ്ണധ്യയനം ചെയ്യലും മുതാ കീർത്തിലും സിദ്ധിക്കുമെല്ലാമഭീഷ്ടമെന്നിങ്ങനെ ബദ്ധമോദം പരമാർത്ഥമിതൊക്കവേ ഭക്ത്യാ പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഇത് അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാണ്ഡം സമാപ്തം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ ശ്രീരാമ
പറയേണ്ടതെന്ന് അറിയില്ല. കാരണം രാവിലെ നേരത്തെ 6 മണിയെന്ന് പറഞ്ഞാൽ 6:30 6:45 നമ്മളെല്ലാവരും ഇവിടെ എത്താറുണ്ട്. ആ സമയം മുതൽ കുറച്ച് പേരെങ്കിലും ഇവിടെ വന്നിരുന്നിട്ട് ഞാൻ അറിഞ്ഞോ അറിയാതെ പറഞ്ഞു പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ, അതിന് കഥകളുണ്ടാവാം, ഉപകഥകളുണ്ടാവാം, പാരായണങ്ങൾ ഉണ്ടാവാം, കീർത്തനങ്ങൾ ഉണ്ടാവാം. അതെങ്ങനെയൊക്കെയാണ് ഞങ്ങളെ സ്വാധീനിച്ചതെന്ന് എനിക്കറിയില്ല. എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഭഗവാൻ എന്നോട് ക്ഷമ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ക്ഷമ പറയുകയാണ്. എല്ലാവർക്കും ഇങ്ങനെ ഇത്രയും ദിവസം 2 ദിവസം ഒരു സത്സംഗത്തിൽ പങ്കെടുക്കാൻ നമ്മുടെ രാമായണ പാരായണത്തിൽ പറയുന്നത് ഓരോ സ്വയംപ്രഭ അതുപോലെ സുഗ്രീവൻ ഇവരൊക്കെ പറഞ്ഞതാണ് സജ്ജന സംസർഗം എന്നാണ് പറയുന്നത്. സജ്ജന സംസർഗത്തിലൂടെയാണ് ആദ്യത്തെ പടി ഈശ്വരീയതയിലേക്ക് എത്താൻ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും ഒരേപോലെ ഒരു സജ്ജന സംസർഗം തന്നെയായിരുന്നു, സജ്ജന സംഘം തന്നെയായിരുന്നു ഇത്രയും ദിവസങ്ങളിൽ. അതിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം പൂർവം രാമതപോവനാനി ഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ഗാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീ മർദ്ദനം പശ്ചാദ്രാവണ കുംഭകർണ നിധനം ഏതദ്വി രാമായണം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ സീതായ പദയേ നമഃ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവഃ കരോമി യത്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സർവം നാരായണായേതി സമർപ്പയാമി. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. വിദ്യാലയമുള്ള ഒരാളൊന്നുമല്ല. ജോലിയിൽ നിന്നൊക്കെ വിട്ടതിന് ശേഷമാണ് ഞാൻ രാമായണം ഇവിടെ 2-4 കൊല്ലമായിട്ട് കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നത്. പക്ഷെ ഇത്ര കാലം കേട്ട രാമായണത്തിൽ നിന്നും അതിന്റെ കഥകളിൽ നിന്നും ഇത്ര സൗമ്യമായും ലളിതമായും ഓരോ വരികൾക്കും അർത്ഥം പറഞ്ഞുകൊണ്ട് ഇത്ര വിശദമായി നമുക്ക് മനസ്സിലാക്കി തന്ന രാമായണം എന്താണ്, ഈ മഹാഗ്രന്ഥത്തിലൂടെ നമ്മൾ 5 ദിവസം നടന്നു നീങ്ങിയപ്പോൾ കുറെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു, അറിയാതെയോ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും എല്ലാം തികഞ്ഞു എന്നുള്ള തോന്നലിലല്ല, ചെറുതായി അതിൻ്റെ അടുത്തും കൂടെ കടന്നുപോയി എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. മാത്രമല്ല എൻ്റെ ആചാര്യൻ എന്നെ പഠിപ്പിച്ചൊരു പാഠം, നമ്മളുടെ മനോബലം നമ്മൾ എവിടെയും കൈവിടരുത്. നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാവാം, സുഖങ്ങൾ ഉണ്ടാവാം, എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അദ്ദേഹം ഉപദേശിച്ചു തന്ന മന്ത്രം എൻ്റെ ആശുപത്രിയിൽ ഭർത്താവിൻ്റെ ICUവിൻ്റെ മുന്നിൽ ഇരിക്കുന്ന സമയത്ത് പോലും
ഒരു ദിവസം പോലും വിടാതെ ആ മന്ത്രത്തെ എനിക്ക് സ്വാധിഷ്ഠമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ഗുരുവിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ പ്രചോദനം, ആ ധൈര്യം ഒന്ന് മാത്രമാണ്. അതിന്റെ പിന്നാലെ തന്നെയാണ് ഞാൻ ഇന്ന് നടക്കുന്നത്. ജീവിതത്തിന് നമ്മൾക്ക് മരിച്ചുകൊണ്ടവർക്ക് പോകണം, പക്ഷെ ജീവിച്ചിരുന്നവർക്ക് ജീവിച്ചാലും നമ്മളുടെ തലമുറയെ നമുക്ക് നടക്കാൻ പറ്റൂ അന്ന് മനസ്സിലാക്കി തന്ന് എന്റെ വീട്ടിൽ വന്നിട്ട് എന്നെ സമാധാനിപ്പിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. സുമംഗല ചേച്ചി, ബേബിയേട്ടൻ, സാറ്, ധർമ്മേട്ടൻ, അങ്ങനെ ഒരുപാട്. അതെല്ലാം കിട്ടിയത് ഈ ഒരു പരിപാടിയിലൂടെ നമ്മൾ നടന്നു തുടങ്ങിയപ്പോഴാണ്. 21 വർഷം അധ്യാപികയിൽ നടന്നെങ്കിലും കൂടെ അതിൽ നിന്ന് കിട്ടിയേക്കാൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ കിട്ടിയത് ഈ 2-4 കൊല്ലം ഈ ഗുരുവിന്റെയും അതിനെ പിന്തുടർന്നുള്ള അവരുടെയും പിന്നാലെ നടന്നതുകൊണ്ടാണ്. ഭക്തി അതൊരു പ്രാന്തായി കാണുന്നവരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ അതിനെല്ലാം വിശ്വസിക്കേണ്ട. അത് വലിയ ആചാര്യം പറഞ്ഞിട്ടുണ്ട്. പലരും പറയും അതിന് പിന്നാലെ നമ്മൾ പോകേണ്ട കാര്യമില്ല. അവര് അമ്പലത്തിൽ പോകുന്നുണ്ടല്ലോ, അവരത് ചെയ്യുന്നുണ്ടല്ലോ, ഇത് ചെയ്യുന്നുണ്ടല്ലോ, എല്ലാം നമ്മളുടെ ഉള്ളിൽ ഒതുക്കുക. എല്ലാ ദുഃഖങ്ങളും മറ്റുള്ള മുമ്പിൽ അത് കാണിച്ചിട്ട് നമുക്കൊന്നും നേടാനില്ല. നമ്മുടെ മനോധൈര്യം പിടിവിടാതെ മുറുക്കി പിടിച്ച് നടക്കുക എന്നുള്ള തത്വത്തിൽ തൂങ്ങിയിട്ട് സാറിന്റെ കയ്യും പിടിച്ച്, ആചാര്യന്റെ കയ്യും പിടിച്ച്, ഭഗവാന്റെ വിരൽത്തുമ്പിൽ തൂങ്ങിക്കൊണ്ട് നടന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അവസാനിക്കും. അവിടെ എത്തിച്ചേരാം. വിഷ്ണുപാദത്തിൽ നമ്മളെ എങ്ങനെ എത്തിച്ചേരണം അതിൽ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ പറയാൻ വിട്ടുപോയി. അപ്പൊ ദൈവത്തിൽ അത് പറയുമ്പോൾ ഞാൻ പറയാൻ പോണത്, നമ്മള് മറ്റുള്ളവർ എന്ത് പറയുന്നത് ആചാര്യം എപ്പോഴും പറയും. ടീച്ചർ അത് പറയുന്നുണ്ട് പിന്തിരിയരുത്. ഒരിക്കലും ഞാൻ പിന്തിരിയാറില്ല. കാരണം ഞാൻ എന്താണ്, നമ്മൾ ശരിയാണോ എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കുക. നമ്മൾ തെറ്റാവില്ല, നമ്മൾ ശരിയാണോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതിന്റെ പിന്നാലെ പോകും. ആരും പേടിക്കേണ്ട കാര്യമില്ല. ആരും കൂടെ പോകുന്നതിനോ ആരും കൂടെ സംസാരിക്കുന്നതിനോ ആരും കൂടെ പ്രഭാഷണത്തിനോ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ശരിയാണെന്ന് നമുക്കുള്ളൊരു ബോധ്യം വേണം. എല്ലാവരും ഞങ്ങൾക്ക് ഇത്രയും നന്നായി ഇത്രയും വിസ്തരിച്ച് ഞങ്ങൾക്ക് രാമായണം എന്താണ് പഠിപ്പിച്ചതെന്ന് സുമംഗല ഞങ്ങൾക്ക് ഈ ആചാര്യനായ പ്രസാദ് സാറിനും ഒരായിരം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കുമായിട്ട് ദക്ഷിണ സ്വീകരിക്കുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാവും. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ പ്രസാദം കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ
ഒരു തല്ലിട്ടാണ്ട് പോയി. രണ്ടാമത്തെ തവണ കിട്ടിയില്ല.